പശ്ചിമേഷ്യയിലെ യുദ്ധം ഇപ്പോൾ വെറുമൊരു വാർത്തയല്ല. അത് നമ്മുടെ പോക്കറ്റിനെയും സാമ്പത്തിക ഭദ്രതയും വരെ ബാധിക്കുന്ന തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായ ഹൈഫയിലെ ബസാൻ റിഫൈനറിക്ക് നേരെ ഇറാൻ നടത്തിയ വൻ മിസൈൽ ആക്രമണം ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ഹൈഫ കത്തിയെരിയുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ നെഞ്ചിടിപ്പേറുകയാണ്. അതെന്തുകൊണ്ടാണെന്നല്ലേ നോക്കാം. ഇസ്രയേലിന്റെ ഊർജ സംവിധാനത്തിന്റെ നട്ടെല്ല് എന്നാണ് ഹൈഫ ഉൾക്കടലിലെ ബസാൻ ഗ്രൂപ്പ് റിഫൈനറി അറിയപ്പെടുന്നത്. രാജ്യത്തെ ഇസ്രയേലിലെ ആഭ്യന്തര ഇന്ധന ആവശ്യത്തിന്റെ 60% വിതരണം ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഖൈബർ ഷെക്കൻ എന്ന ഖര ഇന്ധന ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് തങ്ങൾ ഈ തന്ത്രപ്രധാന കേന്ദ്രം ആക്രമിച്ചതെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കി കഴിഞ്ഞു. റിഫൈനറിക്ക് ചുറ്റും വൻ സ്ഫോടനങ്ങളും തീപിടുത്തവും ഉണ്ടായതായിട്ടാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിലെ എണ്ണ സംഭരണികൾക്കും ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള നേരിട്ടുള്ള മറുപടിയാണിത്. തങ്ങളുടെ ഊർജ സ്രോതസ്സുകൾ ലക്ഷ്യമിട്ടാൽ ഇസ്രയേലിന്റെ സുപ്രധാന വ്യവസായ സാമ്പത്തിക കേന്ദ്രങ്ങൾ ചാമ്പലാക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ആദ്യമായിട്ടല്ല ഈ പ്രദേശം ആക്രമിക്കപ്പെടുന്നത്. മുൻപ് 2025 ജൂണിലും ഇതേ റിഫൈനറിക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടാവുകയും 3 ജീവനക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അന്ന്. ഇനി ഈ യുദ്ധം എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നത് എന്ന് നോക്കാം. എണ്ണ പ്രതിസന്ധിയാണോ? അല്ല. നമ്മുടെ എണ്ണ സ്രോതസ്സുകൾ വേറെയാണ്. ഇന്ത്യക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ശതമാനം വരുന്നത് റഷ്യ, ഇറാഖ്, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. ഇസ്രയേൽ ഇന്ത്യക്കുള്ള ഒരു എണ്ണ വിതരണ രാജ്യമല്ല. അതുകൊണ്ട് തന്നെ ഹൈഫയിലെ റിഫൈനറി കത്തിയെന്ന് കരുതി ഇന്ത്യയിലെ പെട്രോൾ പമ്പുകൾ പൂട്ടേണ്ടി വരില്ല. പിന്നെ എന്തിനാണ് ഇന്ത്യ ആശങ്കപ്പെടുന്നത്? ഹൈഫയുമായുള്ള ഇന്ത്യയുടെ ബന്ധം എണ്ണ ഇറക്കുമതിയല്ല, മറിച്ച് നിക്ഷേപവും വ്യാപാരവുമാണ്. ഹൈഫ തുറമുഖവും അതിനു ചുറ്റുമുള്ള വ്യവസായ മേഖലകളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായും തന്ത്രപരമായും വളരെ പ്രധാനപ്പെട്ടതാണ്. ഊർജം, തുറമുഖ വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിൽ പ്രമുഖ ഇന്ത്യൻ കമ്പനികൾ ഇസ്രയേലുമായി സഹകരിച്ച് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഹൈഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം ഹൈഫ പോർട്ട് സ്വന്തമാക്കിയിട്ടുള്ളതും പ്രവർത്തിപ്പിക്കുന്നതും ഇന്ത്യയിലെ അദാനി ഗ്രൂപ്പാണ്. ഇതിനു പുറമെ പല ഇന്ത്യൻ IT, ഫാർമ, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മേഖലയിൽ യുദ്ധം രൂക്ഷമാകുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഇന്ത്യൻ നിക്ഷേപങ്ങളെ നേരിട്ട് ബാധിക്കും. ഹൈഫ മേഖലയിൽ സംഘർഷം രൂക്ഷമാകുകയും തകർച്ച നേരിടുകയും ചെയ്താൽ അത് ഇന്ത്യ ഇസ്രയേൽ വ്യാപാരത്തെയും ഈ വഴിയുള്ള നിർണായക സമുദ്രപാതകളെയും വലിയ രീതിയിൽ അവതാളത്തിലാക്കും. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം അപകടത്തിലാകും. ഇത് ഇന്ത്യയുടെ കയറ്റുമതിയെയും ഇറക്കുമതിയെയും ബാധിക്കുകയും ഇൻഷുറൻസ് യാത്രാ ചെലവുകൾ ഇരട്ടിയാകുകയും ചെയ്യും. ചുരുക്കത്തിൽ ഇസ്രയേലിന്റെ വ്യവസായങ്ങളെയും സൈനിക ലോജിസ്റ്റിക്സിനെയും തളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ നടത്തിയ ഈ ആക്രമണം കേവലം ഒരു സൈനിക നടപടി മാത്രമല്ല, അതൊരു വലിയ സാമ്പത്തിക പ്രഹരം കൂടിയാണ്. ഇന്ത്യയുടെ ദൈനംദിന എണ്ണ വിതരണത്തെ ഈ ആക്രമണം നേരിട്ട് ബാധിക്കില്ല എന്നതുകൊണ്ട് നമ്മൾ സേഫാണ്. എന്നാൽ യുദ്ധം നീണ്ടുപോയാൽ ഉണ്ടാകുന്ന ആഗോള സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഹൈഫയിലെ ഇന്ത്യൻ നിക്ഷേപങ്ങൾക്ക് നേരെയുള്ള ഭീഷണിയും ഇന്ത്യക്ക് തലവേദന സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ പോരാട്ടം ഇനിയും നീളുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ പശ്ചിമേഷ്യൻ അതിർത്തികൾ ഭേദിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് വന്ന് നേരിട്ട് പതിക്കും എന്നതൊരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.